So good morning to all. So ഇന്ന് ഇതൊരു പ്രീ റെക്കോർഡഡ് വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്. Next class onwards, classes will be live. It will be on the platform of either on Zoom or it will be in Google Meet. So the link or the codes will be given prior to the class in the WhatsApp group or something like that. So ഇന്ന് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ടു മെഡിസിനൽ കെമിസ്ട്രി എന്നൊരു സെക്ഷനിലേക്ക് പോകാം. ജസ്റ്റ് ഒരു ഇൻട്രോ, നമ്മൾ ജസ്റ്റ് മെഡിസിനൽ കെമിസ്ട്രി നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ പോലും ചെറിയൊരു ഇൻട്രോയിലേക്ക് നമുക്ക് പോകാം, ഒരു റീക്യാപ്പ് ഫോർ മെമ്മറൈസിങ് തിങ്സ്. So what is medicinal chemistry? See, medicinal chemistry is a science that deals with the discovery and design of new therapeutic compounds and the development into useful medicines. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലെല്ലാം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നുണ്ട്. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിക്കുന്ന ബേസിക് കെമിസ്ട്രിയും ബയോളജിക്കൽ സയൻസിന്റെയും കൂടെ ഒരു ഇന്റർസെക്ഷൻ ആണ് ഈ മെഡിസിനൽ കെമിസ്ട്രി. So it will intersect in such a way that the ultimate result will be the formation or development of bioactive molecules. നമ്മളുടെ കെമിസ്ട്രി നോളജും ബയോളജിക്കൽ സയൻസിന്റെ നോളജും കൂടെ ഇന്റർസെക്ട് ചെയ്ത് ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ടാകുന്നു. ആ ഒരു ഡിവിഷൻ ഓഫ് സയൻസിനെ നമുക്ക് മെഡിസിനൽ കെമിസ്ട്രി എന്ന് വിളിക്കാം. So hope all you know about the basics, like basic namings of alkane, alkene, hetero, cyclics. So before going into this medicinal chemistry in detail, we should know that we should be thorough on the basics of heterocyclic compounds. So basic heterocyclic structures അറിയാതെ നമ്മൾ മെഡിസിനൽ കെമിസ്ട്രിയിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് അറിയാം എങ്കിലും ഒരു ചെറിയൊരു റീക്യാപ്പിലേക്ക് നമുക്ക് പോകാം. What are heterocyclic compounds? Heterocyclic compounds are cyclic compounds in which at least one of the ring carbon atom is replaced by a heteroatom. ഇവിടെ ഈ സ്ട്രക്ചർ നമുക്ക് കാണാം. ബെൻസീൻ റിംഗ് ആണത്. ബെൻസീൻ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. 6 കാർബൺ ആണ് ബെൻസീനിലുള്ളത്. See, one of the ring carbon atom is replaced by a heteroatom. അപ്പൊ ഇവിടെ തൊട്ടടുത്ത് പിരിഡിൻ ഉണ്ട്. പിരിഡ് സ്ട്രക്ചർ നോക്കിയാൽ നമുക്കറിയാം. നിങ്ങൾക്ക് ബെൻസീൻ റിംഗ് പോലുള്ള ഒരു 6 മെമ്പർ റിംഗിലെ ആ കാർബൺ മാറി അവിടെ ഒരു നൈട്രജൻ വന്നു. It is what is said that heterocyclic compounds are cyclic compounds in which at least one of the ring carbon atom, റിംഗിലെ കാർബൺ ആറ്റം മാറി ഒരു ഹെറ്ററോ ആറ്റം വന്നാൽ എന്താണ് ഹെറ്ററോ ആറ്റംസ്? ഫോർ എക്സാമ്പിൾ നൈട്രജൻ, സൾഫർ, ഓക്സിജൻ, ബോറോൺ, സെലീനിയം, എക്സെട്ര. These are examples of hetero atoms. So അതുപോലെയുള്ള ഹെറ്ററോ ആറ്റംസ് റിംഗ് കാർബൺ ആറ്റത്തിന് പകരം വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് heterocyclic compounds. Here benzene is not a heterocyclic compound, but pyridine heterocyclic compound. Let's see another example. Cyclopropane. നിങ്ങൾക്കറിയാം, മീഥേൻ, ഈഥേൻ, പ്രൊപ്പൈൻ, 3 കാർബൺ ഉണ്ടെങ്കിൽ പ്രൊപ്പൈൻ. സൈക്ലോപ്രൊപ്പൈനിലെ റിംഗ് കാർബൺ ആറ്റം മാറി പകരം അവിടെ ഒരു നൈട്രജൻ വന്നാൽ അതൊരു heterocyclic compound ആണ്. It is known as aziridine. Aziridine is a heterocyclic compound. It's a 3-membered heterocyclic compound. Okay, I hope you are getting the point. So let's see the classification of heterocyclic compounds. So we can classify it as 3-membered heterocyclic compounds, 4-membered heterocyclic compounds, 5-membered, 6-membered, and fused heterocyclic compounds. In this, 5-membered heterocyclic compounds and the 6-membered heterocyclic compounds can be again subdivided into 3, which we'll be seeing in detail. So first we are going into 3-membered heterocyclic compounds. നമ്മൾ നേരത്തെ സൈക്ലോപ്രോപ്പൈൻ്റെ കാര്യം പറഞ്ഞു. സൈക്ലോപ്രോപ്പൈനിലെ ഒരു കാർബൺ മാറി അവിടെ നൈട്രജൻ വന്നപ്പോൾ അതിന്റെ പേരായിരുന്നു അസിറിഡിൻ. കാർബൺ മാറി നൈട്രജൻ വന്നപ്പോൾ അസിറിഡിൻ. കാരണം 3 മെമ്പർ ആണ് സൈക്ലോപ്രോപ്പൈൻ. 3 കാർബൺ. സൈക്ലോപ്രോപ്പൈൻ 3 മെമ്പർ മാറി അവിടെ കാർബൺ മാറി അവിടെ നൈട്രജൻ വന്നപ്പോൾ അതാണ് അസിറിഡിൻ. എന്നാൽ സൈക്ലോപ്രോപ്പൈനിന്റെ തന്നെ ആ 3 മെമ്പർ റിംഗിൽ കാർബൺ മാറി പകരം ഓക്സിജൻ ആണ് വന്നതെങ്കിൽ ഓക്സിറൈൻ, സൾഫർ ആണെങ്കിൽ തൈറൈൻ. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നൈട്രജൻ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അസ എന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്ന നൈട്രജനെയും ഓക്സ് എന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്ന ഓക്സിജനെയും തയ സൾഫറിനെയാണ്. നമ്മൾ മറ്റൊരു ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ തവണ പഠിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് പിന്നിലുള്ള ക്ലാസ്സുകളിൽ പഠിച്ചാണ്. ഇറിഡിൻ, ഇറിഡിൻ ഇങ്ങനെയൊക്കെയുള്ള വേറൊരു ക്ലാസിഫിക്കേഷൻ പഠിച്ചു. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് 3-member റിംഗ്, 4-member റിംഗിലേക്കാണ് പോകുന്നത്.
3-member ring with one heteroatom. If the heteroatom is nitrogen, it is known as aziridine. If the heteroatom is oxygen, it is known as oxyrane. If the heteroatom is sulfur, it is known as thyrane. So, if 3-membered heterocyclic compound has 2 nitrogen, 1-ലും 2-ലും 2 നൈട്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡൈ അസിറിഡിൻ. മുൻപ് ഒരു നൈട്രജൻ മാത്രമേ ഉള്ളെങ്കിൽ അസിറിഡിൻ, 2 നൈട്രജൻ ഉണ്ടെങ്കിൽ ഡൈ അസിറിഡിൻ, 2 ഓക്സിജൻ ആണെങ്കിൽ ഡൈ ഓക്സിറൈൻ. അതുപോലെ 3-member റിംഗിൽ ഓക്സിജനും നൈട്രജനും ആണെങ്കിൽ ഓക്സ അസിറിഡിൻ. സിമ്പിൾ നെയിമിംഗ് ആണ്. അസിറിഡിൻ എന്ന് പറയുമ്പോൾ 3-member റിംഗിൽ നൈട്രജൻ വന്നാൽ അസിറിഡിൻ, 2 നൈട്രജൻ വന്നാൽ ഡൈ അസിറിഡിൻ. 3-member റിംഗിൽ ഓക്സിജൻ വന്നാൽ ഓക്സിറൈൻ, 2 ഓക്സിജൻ ആണെങ്കിൽ ഡൈ ഓക്സിറൈൻ. 3-member റിംഗിൽ ഓക്സിജനും നൈട്രജനും വന്നാൽ ഓക്സസിറിഡിൻ, ഓക്സ അസിറിഡിൻ. സോ ഇതാണ് നമ്മുടെ 3-member റിംഗ് ഹെറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. സോ കമ്മിങ് ടു ദ 4-member റിംഗ് ഹെറ്ററോസൈക്ലിക്. ഇത് മാത്രമല്ല, ഇനിയും ഒരുപാടുണ്ട്. നമ്മൾ കുറച്ച് ബേസിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗുകൾ നോക്കുന്നേ ഉള്ളൂ. 4-member റിംഗിൽ നൈട്രജൻ വന്നാൽ അസറ്റിഡിൻ, നൈട്രജൻ അസറ്റിഡിൻ. 4-member റിംഗിൽ ഓക്സിജൻ വന്നാൽ ഓക്സിറ്റൈൻ. 4-member റിംഗിൽ സൾഫർ വന്നാൽ ടൈറ്റൈൻ, സെലിറ്റൈൻ, ഫോസ്ഫറ്റൈൻ. നമ്മൾ ഈ മെയിൻ ആയിട്ട് ഈ ഓക്സിജൻ നൈട്രജൻ സൾഫർ നോക്കുക. അസറ്റിഡിൻ, ഓക്സിറ്റൈൻ, ടൈറ്റൈൻ. ഇതാണ് 3-member റിംഗ് സ്ട്രക്ചേഴ്സ് ആൻഡ് 4-member റിംഗ് സ്ട്രക്ചേഴ്സ്. ജസ്റ്റ് ബേസിക്സ് ആണ്. എപ്പോ ചോദിച്ചാലും അറിഞ്ഞിരിക്കണം, കാണാതെ പഠിക്കേണ്ട കുറച്ച് സ്ട്രക്ചേഴ്സ്, ബേസിക്സ്. നിങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്യാൻ ഒരു റീക്യാപ്പ് പോലെ വീണ്ടും പറയുന്നേ ഉള്ളൂ. നിങ്ങളുടെ ജൂനിയർ ക്ലാസ്സുകളിൽ പഠിച്ച സാധനങ്ങൾ ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ പറയുന്നേ ഉള്ളൂ. 3-member ring and 4-member ring heterocyclic compounds. Coming to the 5-member ring heterocyclic compounds. We already told that 5-member ring heterocyclic compounds are again subdivided. The first subdivision of the 5-member ring heterocyclics goes with one heteroatom. See, pyrrole, you know pyrrole. Pyrrole is a 5-member heterocyclic ring. അതായത് സൈക്ലോപെന്റേൻ. സൈക്ലോപെന്റേനിലെ റിംഗ് കാർബൺ ആറ്റം മാറി അവിടെ ഒരു നൈട്രജൻ വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈറോൾ. സൈക്ലോപെന്റേൻ 5 കാർബണുള്ള സൈക്ലിക് സ്ട്രക്ചർ ആണ് സൈക്ലോപെന്റേൻ. 5 കാർബണുള്ള സൈക്ലിക് സ്ട്രക്ചർ ആണ് സൈക്ലോപെന്റേൻ. ആ 5 കാർബണുള്ള സൈക്ലിക് സ്ട്രക്ചർ ആയ സൈക്ലോപെന്റേനിലെ നൈട്രജൻ ആണെങ്കിൽ പൈറോൾ, ഓക്സിജൻ ആണെങ്കിൽ ഫ്യൂറാൻ, sulfur ആണെങ്കിൽ thiophene. So we are dealing with 5-membered heterocyclic compounds with one heteroatom, and if the heteroatom is nitrogen, it is known as pyrrole. If it is oxygen, it is known as furan. It is thiophene, it is known as it is sulfur, it is known as thiophene. So ഇതിന്റെ അകത്ത് ബോണ്ട്സ്, സാച്ചുറേഷൻ ആൻഡ് സാച്ചുറേറ്ററിന്റെ വിഷയം വരുമ്പോൾ ബോണ്ട് ഇല്ല എങ്കിൽ പൈറോളിഡിൻ, ടെട്രാഹൈഡ്രോഫ്യൂറാൻ, ടെട്രാഹൈഡ്രോതയോഫേൻ. So just remember these things. 5-member ring with one heteroatom. If it is nitrogen, it is known as pyrrole. It is sulfur, it is known as thiophene. It is oxygen, it is known as furan. Okay, so hope it's clear. So coming to the next classification of 5-membered heterocyclic compounds. 5-membered heterocyclic compounds with 2 heteroatoms. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തൊട്ടു മുമ്പുള്ള സ്ട്രക്ചറിൽ പൈറോൾ പറഞ്ഞു. പൈറോളിൽ ഒരു സിംഗിൾ നൈട്രജൻ ആണെങ്കിൽ ഇവിടെ 2 heteroatom. 5-membered ring with 2 heteroatom, that is 1 and 2. 5-member ringil 1-ലും 2-ലും നൈട്രജൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൈറസോൾ. 5-member ringil 1-ലും 3-ലും ആണെങ്കിൽ ഇമിഡസോൾ. ഈ എം കണ്ട് ഓർക്കുക, 3യുടെ ഒരു ഷേപ്പ് വെച്ച് ഓർക്കുക. ഇമിഡസോൾ, പൈറസോൾ. 1, 2 it's pyrrosol, 1, 3 it's imidazole. So 1-ലും 2-ലും adjacent ആയിട്ട് ഓക്സിജനും നൈട്രജനും ആണെങ്കിൽ ഐസോക്സസോൾ. 1-ലും 3-ലും ആണെങ്കിൽ ഓക്സസോൾ. സോ ഇവിടെ പൈറസോൾ, ഇമിഡസോൾ. അടുത്തുള്ളതാണെങ്കിൽ അല്ലാതെ ഓക്സിജനും നൈട്രജനും അടുത്താണെങ്കിൽ ഐസോ, ഓക്സ, അസ, ഓൾ, ഐസോക്സസോൾ, ഓക്സസോൾ. Same principle, isothiazole, thiazole. So
ഒരു ചെറിയൊരു റീക്യാപ്പ് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. 5 മെമ്പർ റിംഗ്, 5 മെമ്പർ റിംഗിൽ 2 നൈട്രജൻ അടുത്തടുത്താണെങ്കിൽ പൈറസോൾ, 1ലും 3ലും ആണെങ്കിൽ ഇമിഡസോൾ. 5 മെമ്പർ റിംഗിൽ ഓക്സിജനും നൈട്രജനും ആണെങ്കിൽ ഓക്സസോൾ, അത് 1ലും 2ലും ആണെങ്കിൽ ഐസോക്സസോൾ, സൾഫറും നൈട്രജനും ആണെങ്കിൽ അയസോൾ. സോ അറിയാം 5 മെമ്പർ റിംഗ്, 5 മെമ്പർ heterocyclic compounds with 2 heteroatoms. So 5 member heterocyclic compounds with more than 2 heteroatoms. നമുക്കിത് പല സ്ട്രക്ചറുകളിലും പഠിക്കാൻ കളക്റ്റീവ് ആയിട്ട് ഒരു പേര് പഠിച്ചു വെച്ചാൽ മതി. ഐ മീൻ ഫോർ എക്സാമ്പിൾ 5 member റിംഗ് വിത്ത് 3 നൈട്രജൻ, കളക്റ്റീവ്ലി നോൺ ആസ് ട്രയസോൾ. നമ്മൾ നമ്പറിംഗ് വെച്ച് അതാത് ഡ്രഗിന്റെ അനുസരിച്ച് നമുക്ക് അതിനെ പേര് വിളിക്കാം. If the nitrogen is 3 in the 5 member ring, they are known as triazoles. If we have 4 nitrogen in the 5 member ring, we can call it as tetrazoles. So ഇത് ഈ 4 പൊസിഷനിലെ നൈട്രജൻ വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ടെട്രസോൾ ഇവിടെ വരാൻ പോസിബിൾ ആയിട്ടുള്ളതിന് നമ്മൾ നമ്പേഴ്സ് വെച്ച് നമ്മൾ ടെട്രസോൾസ് എന്ന് വിളിക്കും. ഇവിടെ സെയിം ഓക്സാഡയസോൾസ്, ഒരു ഓക്സിജനും 2 അസായും, ഓക്സാഡയസോൾസ്. നമ്പർ ഓക്സിജന്റെ നൈട്രജന്റെയും പൊസിഷനും വെച്ച് നമുക്ക് നമ്പർ ചെയ്യാം. അതുപോലെ തന്നെ തയാഡയസോൾസ്, ഒരു ഡൈഅസ, ഒരു ഡൈഅസ ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. തയാഡയസോൾസ്, ഓക്സാഡയസോൾസ്, tetrasol, triazoles. So we have covered 5 member heterocyclic compounds with 1 heteroatom pyrrole, furan, thiophene, pyrrolidine, tetrahydrofuran, tetrahydrothiophene. പക്ഷെ ഈ 3 ഓർത്തിരിക്കുക, പൈറോളും ഫ്യൂറാനും തയോഫിനും മറക്കരുത്. ഇവിടെ പൈറസോൾ, ഇമിഡസോൾ, ഐസോക്സസോൾ, ഓക്സസോൾ, thiosols. So coming to the next, 6 member heterocyclic compounds with 1 heteroatom. 6 member heterocyclic compounds with 1 heteroatom. 6 member റിംഗ്, അതായത് ഒരു സൈക്ലോഹെക്സൈൻ അല്ലെങ്കിൽ ഒരു ബെൻസീൻ റിംഗിന്റെ അകത്തെ ആ സൈക്ലിക് കോമ്പൗണ്ടിലെ സി മാറി റിംഗ് കാർബൺ റീപ്ലേസ് ചെയ്ത് പകരം അവിടെ നൈട്രജൻ വന്നാൽ നമുക്ക് അതിനെ പിരിഡിൻ എന്ന് വിളിക്കാം. If the ring carbon atom of a cyclic compound is replaced by a heteroatom, it is an heterocyclic compound. So in this case, in 6 member heterocyclic compounds with 1 heteroatom, ഈ 6 member റിംഗിലെ നൈട്രജൻ ആണ് വന്നതുകൊണ്ട് അതിനെ പിരിഡിൻ എന്ന് വിളിക്കുന്നു. നമുക്ക് അത് സാച്ചുറേഷന്റെ വിഷയം വരുമ്പോൾ അകത്ത് ബോണ്ട് ഇല്ല എങ്കിൽ പൈപ്പിരിഡിൻ ഓർ പിപ്പിരിഡിൻ. നൈട്രജന് പകരം ഓക്സിജൻ ആണെങ്കിൽ പൈറാൻ. ജസ്റ്റ് ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടി വീണ്ടും ഒന്നുകൂടെ പറയുന്നു, പൈരിഡിൻ, പിപ്പിരിഡിൻ, പൈറാൻ. ഓക്കെ, these are the 6 member heterocyclic compounds with 1 heteroatom. Coming to the 6 member heterocyclic compounds with 2 heteroatom. Pyridacin. നമ്മൾ അപ്പുറത്ത് പൈറസോൾ പറഞ്ഞു. എവിടെ 5 member റിംഗിന്റെ അകത്ത് നൈട്രജൻ അടുത്തടുത്ത് വരുമ്പോൾ പൈറസോൾ എന്ന് വിളിക്കുന്നു. 5 member റിംഗിൽ നൈട്രജൻ അടുത്തടുത്താണെങ്കിൽ പൈറസോൾ, പൈറസോൾ. ഇവിടെ പിരിഡസിൻ ആണ്. 6 memberൽ പിരിഡസിൻ. 5 member റിംഗിൽ 1ലും 3ലും നൈട്രജൻ വന്നതിനെ നമ്മൾ ഇമിഡസോൾ എന്ന് വിളിച്ചു. ഒരു എം ഉണ്ട്. ഇമിഡസോളിലും പിരിമിഡിലും എം ഉണ്ട്. ഈ എം ഉണ്ട്, ജസ്റ്റ് അത് 1ഉം 3ഉം എന്നുള്ള. 1ലും 3ലും ആണെങ്കിൽ പിരിമിഡിൻ, 1ലും 3ലും നൈട്രജൻ ഉള്ള 6 member റിംഗിനെ നമുക്ക് പിരിമിഡിൻ എന്ന് വിളിക്കാം. 1ലും 3ലും നൈട്രജൻ ഉള്ള 5 member റിംഗിനെ നമുക്ക് ഇമിഡസോൾ എന്ന് വിളിക്കാം. സോ ഇവിടെ 1ലും 4ലും ആണെങ്കിൽ പൈറസിൻ, പൈറസോളും പൈറസിനും കറക്റ്റ്. പൈറസോൾ അവിടെ 5 member റിംഗിന് 1ഉം 2ഉം ആണെങ്കിലാണ് പൈറസോൾ. കൺഫ്യൂഷൻ ആകരുത്. സോ പൈറസിന്റെ സാച്ചുറേറ്റഡ് ഫോമിനെ നമുക്ക് പൈപ്പറസിൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ഓക്സിജനും നൈട്രജനും ഉണ്ടെങ്കിൽ, നമ്മൾ തൊട്ടു മുമ്പ് ഓക്സിജൻ പറഞ്ഞു, പൈറാൻ എന്ന് പറഞ്ഞു. ഇവിടെ ഓക്സിജനും നൈട്രജനും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മോർഫോലിൻ എന്ന് വിളിക്കാം. മോർഫോലിൻ. ഓക്സിജനും നൈട്രജനും ഉണ്ടെങ്കിൽ മോർഫോലിൻ. Pyridacin, if the nitrogen is in first and second position, it's pyridacin. If the nitrogen is first and third position, it is pyrimidine. If the nitrogen is in the first and fourth position, it is pyracin. If it is saturated, pyracin is saturated, it is known as piperacin. See, piperacin citrate is an anthelmintic drug itself. The piperacin heterocyclic moiety itself is an anthelmintic drug. So piperacin citrate. Okay. So morpholin, 6 member ring, saturated, oxygen and nitrogen, it is known as molin. So coming to the next topic, that is
heterocyclic compounds with more than 2 heteroatoms. See here, നമ്മൾ നേരത്തെ അവിടെ 5 member റിംഗിൽ പറഞ്ഞ കളക്റ്റീവ് ആയിട്ടൊരു പേര് പഠിച്ചു വെക്കുക. കാരണം നമ്മൾ ഏത് ഡ്രഗിലാണോ വരുന്നത് അതനുസരിച്ച് നമ്പർ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 123 ട്രൈനൈട്രോ അല്ലെങ്കിൽ ട്രയസീൻ 123 ട്രയസീൻ അങ്ങനെ നമുക്ക് നെയിം ചെയ്യാം. ഇപ്പോ 3 നൈട്രജനുള്ള 6 member റിംഗിനെ ട്രൈ അസീൻസ് എന്നും 4 നൈട്രജനുള്ള 6 member റിംഗിനെ നമ്മൾ ടെട്രാ അസീൻസ് എന്നുമാണ് വിളിക്കുന്നത്. ഐ മീൻ 3 നൈട്രജനുള്ള 6 member റിംഗിനെ ട്രയസീൻ എന്നും 4 ഉള്ള ടെട്രാ അസീൻ എന്നും വിളിക്കുന്നു. ഇവിടെ 5 member റിംഗിന്റെ അകത്താണെങ്കിൽ 3 നൈട്രജനുള്ള 5 membered heterocyclic compoundsനെ നമ്മൾ ട്രൈ അസോൾസ് എന്നും 4 member ഉള്ളതിനെ ടെട്രസോൾസ് എന്നുമാണ് വിളിച്ചത്. ഇവിടെ 5 member റിംഗിനെല്ലാം സോൾസ് എന്ന് പറയുന്നത് 5 member റിംഗും സിൻ, പൈറസിൻ, പിരിഡസിൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിന് ഇൻ വരുന്നത് 6 member റിംഗും ഓൾസ് വരുന്നത് 5 member റിംഗും ആണെന്ന് ഓർക്കുക. So coming to the fused heterocyclic compounds. There's some mistake there. Okay. Fused heterocyclic compounds. If indole, pyrrole and benzene ring, ഒരു ബെൻസീനും പൈറോളും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സ്ട്രക്ചർ, that is known as indole. ഒരു ബെൻസീനും ഒരു പിരിഡിനും കൂടെ നിൽക്കുകയാണെങ്കിൽ ക്വിനോളിൻ. See, indole നോക്കുക, benzene ring and that pyrrole is known as indole, whereas benzene ring and pyridine is known as quinolin. ഇവിടെ സെക്കൻഡ് പൊസിഷനിലാണ് നൈട്രജൻ എങ്കിൽ, ക്വിനോളിന്റെ നൈട്രജന്റെ പൊസിഷൻ സെക്കൻഡിലാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോക്വിനോളിൻ. Okay, so in case of indole, quinolin and isoquinolin, these are fused heterocyclic compounds. Coming to the next, phenothiazine derivatives. See, a classic example of phenothiazine is chlorpromazine. So, phenothiazine derivatives, phenothiazine, acridin, dibenzazepine, purine, pteridine, benzodiazepine. So, phenothiazine, 2 ബെൻസീൻ റിംഗിന്റെ നടുവിൽ ഒരു തൈ അസീൻ, 6 member റിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞു പിരിഡസിൻ, ടെട്രസിൻ, ഇതൊക്കെ 6 member റിംഗിലാണ്. 6 member റിംഗിൽ സൾഫറും അസിൻ നൈട്രജനും കൂടെ വന്നു. അസിൻ എവിടെ? 2 ബെൻസീൻ റിംഗിലെ ഫിനൈൽ ഗ്രൂപ്പിന്റെ നടുക്ക് അല്ലെങ്കിൽ ഫിനൈൽ മീതയിൽ ഒരു ഫിനൈലിന്റെ 2 ഫിനൈലിന്റെ ഇടയിൽ നടുക്ക് ഒരു അസിൻ വന്നപ്പോൾ ഫിനോത്തയസിൻ. അക്രിഡിൻ, 2 ബെൻസീൻ റിംഗിന്റെ നടുവിൽ ഒരു പിരിഡിൻ എന്നാൽ അക്രിഡിൻ. ഇത് ഡൈബെൻസസ്. സോ പ്യൂരിൻ, ടെറിഡിൻ, benzodiazepine, purine, pteridine and benzodiazepine.